ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെക്ക് ഇത് കഷ്ടകാലത്തിൻ്റെ സമയമാണ് എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങളിലായി ദില്ലിയിൽ തങ്ങിയ ഉദ്ധവ് താക്കറെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഒക്കെ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞു. 2019 125 സീറ്റുകളിൽ BJPക്കൊപ്പം ചേർന്ന് മത്സരിച്ച ശിവസേനയ്ക്ക് 100 സീറ്റ് പോലും നൽകാനാവില്ല എന്നും മുഖ്യമന്ത്രിയെ പിന്നീട് പറയാമെന്നും പറഞ്ഞ് വെറും കൈയോട് ഉദ്ധവിനെ മടക്കിയതിന് തൊട്ടുപിന്നാലെ ഉദ്ധവ് താക്കറെ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ചാണകമേറ് നടന്നിരിക്കുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം രാജ് താക്കറെ, അതായത് നവനിർമ്മാൺ സേനയുടെ നേതാവ് രാജ് താക്കറെക്കെതിരെ വെറ്റില കൊണ്ട് എറിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഉദ്ധവിൻ്റെ വാഹനത്തിന് നേരെ ചാണകം ഏറ് നടന്നത് എന്ന് പറയും. ചാണകം മാത്രമല്ല, തേങ്ങയും എറിയാനായി ഉപയോഗിച്ചതായിട്ടാണ് പുറത്തുവന്ന വിവരം. ഏതായാലും 20 നവനിർമ്മാണ സേനയുടെ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും ഉദ്ധവിന് വലിയ ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ചോദിച്ച സീറ്റ് ദില്ലിയിൽ നിന്ന് ലഭിച്ചില്ല. മുഖ്യമന്ത്രി പദത്തെ കുറിച്ചൊരു അക്ഷരം കോൺഗ്രസ് പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ എത്തിയപ്പോൾ രാജ് താക്കറെക്കെതിരെ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായി ഉദ്ധവിന് ചാണകം കൊണ്ടും ഒപ്പം തന്നെ തേങ്ങ കൊണ്ടുമുള്ള ഏറും ലഭിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.